Hi all, welcome to ASB Academy. എൻ്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് റെയിൽവേയും അതുപോലെ തന്നെ പി എസ് സിയും എങ്ങനെ ഒരുമിച്ച് പഠിക്കാന്നാണ്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, പി എസ് സിക്ക് പഠിക്കുകയെങ്കിൽ റെയിൽവേ സിലബസ് മുഴുവൻ കവർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ റെയിൽവേ ഗ്രൂപ്പ് ഡിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ പി എസ് സി മുഴുവൻ കവർ ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പൊ അതിനുള്ള ആൻസർ ആണ് ഇത് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കുക കേട്ടോ. അപ്പൊ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ 10th സിലബസ് ആണ്. ഓക്കെ, 10th സിലബസ് ആണ് ഇത് വരുന്നത്. ഇത് RRB ഗ്രൂപ്പ് ഡിയുടെ സിലബസ് ആണ്. നമുക്ക് നോക്കാം ഒരുമിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുമോ, എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണമെന്ന്. നമുക്ക് RRB ഗ്രൂപ്പ് ഡിയിൽ 4 പാർട്ടായിട്ടാണ് വരുന്നത് കേട്ടോ. 4 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ പാർട്ട് ജനറൽ സയൻസ് ആണ്. 25 മാർക്കാണ് ജനറൽ സയൻസിന് വരുന്നത്. ഓരോ ക്വസ്റ്റിന് ഓരോ മാർക്ക് വീതം 25 മാർക്ക്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ നോക്കാം നമുക്ക് എന്താണ് ജനറൽ സയൻസിൽ പഠിക്കാനുള്ളത്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം 6 മാർക്ക് പ്ലസ് ഭൗതിക ശാസ്ത്രം ഫിസിക്സ് 3 മാർക്ക്, അപ്പൊ 9 ആയി അല്ലെ. അത് കഴിഞ്ഞ് രസതന്ത്രം 3 മാർക്ക്, 11 മാർക്കാണ്. ഓക്കെ, 11 മാർക്കാണ് എവിടെ വരുന്നത്, സയൻസിൽ വരുന്നത്. ഇവിടെ 25 മാർക്കാണ്. അതായത് 11 മാർക്കിനുള്ള കാര്യങ്ങളാണ് നമുക്ക് പി എസ് സിയിൽ പഠിക്കേണ്ടുള്ളൂ. നമുക്ക് റെയിൽവേ വരുമ്പോ 25 മാർക്കിനുള്ള പഠിക്കണം. അതായത് സയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. സയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും സയൻസിന്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ലെവലിലുള്ള കുറച്ച് കൂടി കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത കുറച്ചുകൂടി സിമ്പിൾ കാര്യങ്ങളാണ് പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു CBSE. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു, ഇവിടെ സ്റ്റേറ്റ് ആണ് അല്ലെ, SCRT ആണ് വരുന്നത്. ഇവിടെ SCRT ആണ് വരുന്നത്, ഇവിടെ CBSE ആണ് വരുന്നത്. അപ്പൊ ഇവിടെ രണ്ടിന്റെയും പ്രത്യേകത, ഇവിടെ SCRTയിൽ കണ്ടന്റ് കുറച്ച് കുറവാണ് പഠിക്കേണ്ടത്. CBSE-ലാവുമ്പോൾ 10 വരെയുള്ള, ഏത് വരെയാണ്, അപ് ടു 10th ആണ്. 10th വരെയാണ് നമ്മൾ പഠിക്കേണ്ടത് ജനറൽ സയൻസ്. ഇനി അടുത്തത് മാത്സ് ആണ്. അപ്പൊ മാത്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു, മാത്സും റീസണിങ്ങും കൂടിയിട്ട് 55 മാർക്കാണ്. മാത്സിന് 25ഉം റീസണിങ്ങിന് 30, 55 മാർക്കാണ് വരുന്നത്. ഇവിടെ നോക്കിക്കാം, ലഘുഗണിതവും മാനസിക ശേഷിയും, അതായത് മാത്സ് ആൻഡ് റീസണിങ്ങിന് 10 മാർക്കേ വരുള്ളൂ. വ്യത്യാസമില്ലേ, വ്യത്യാസമുണ്ട്. അതായത് ഒരു പി എസ് സി പഠിക്കുന്ന കുട്ടി ഉറപ്പായിട്ടും RRB എക്സാം എഴുതുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. കാരണം ഈ 10 മാർക്കിന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റും, RRBയിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത്ര മാത്രം മതിയോ, അത്ര മാത്രം പോരാ. കുറച്ചുകൂടി കൂടുതൽ മാത്സിന്റെ കോണ്ടന്റ് നമ്മൾ പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ റീസണിങ് ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് കാണുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായി നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കുറെ സിമ്പിൾ ട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് റീസണിങ്ങും പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ മാത്സും റീസണിങ് ഒക്കെ ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് അറിയാം, നമ്മുടെ കാവ്യ മിസ്സും ഷാഫി സാറൊക്കെ ക്ലാസ്സുകളിൽ നമുക്ക് ഒരു ഇക്വേഷൻ പോലും ഒന്നും ഇല്ലാതെയാണ് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം 55 മാർക്കാണ്, ചെറിയൊരു മാർക്കല്ല, 55 മാർക്കാണ് വരുന്നത് അല്ലെ, 55 മാർക്കാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. ജനറൽ അവയർനെസ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സബ്ജക്ട്സ് ആണ്. അതായത് ഇംഗ്ലീഷും മലയാളവും ഒഴിച്ച് ബാക്കിയുള്ള സബ്ജക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, ബാക്കിയുള്ള സബ്ജക്ട്സ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് മൊത്തം 80 മാർക്കില്, മൊത്തം 100 മാർക്കിലെ 80 മാർക്കിനുള്ളതാണ്. ഓക്കെ, അതായത് 20 മാർക്ക് ഇതിൽ ബാക്കി കഴിഞ്ഞാൽ 80 മാർക്കിനുള്ളതാണ് നമ്മൾ പി എസ് സിയിൽ നിന്ന് ഇവിടേക്ക് പഠിക്കേണ്ടത്. ഇതിൽ തന്നെ വീണ്ടും കമ്മിയാക്കാൻ പറ്റും. 5 മാർക്കും കൂടി കമ്മിയാക്കാം, 75 മാർക്ക്. എങ്ങനെ 5 മാർക്ക് കമ്മിയാക്കിയത്, കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, അവിടെ നിന്ന് നമുക്ക് വരില്ല, ക്വസ്റ്റ്യൻസ് വരില്ല. അതുപോലെ തന്നെ ചരിത്രത്തില് കേരള ചരിത്രം വരുന്നുണ്ട്. ഓക്കെ, അവിടെ നിന്ന് എന്തായിരുന്നു, നമുക്ക് 75-ന് വീണ്ടും മാർക്ക് കുറയുന്നുണ്ട്. 75-ന് ഒരു 2 മാർക്ക് നമുക്ക് കേരള ചരിത്രം ചോദിക്കുകഴിഞ്ഞു, ബാക്കി 73 മാർക്കായി. ഇനി ഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം ഉണ്ട്, നദികള് എന്നൊക്കെ പറയും. അപ്പൊ ഒരു 2 മാർക്ക് കുറഞ്ഞാൽ 71 മാർക്കായി അല്ലെ, 71 മാർക്കായി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ കലാ, കായികം, സാഹിത്യം, സംസ്കാരം, ഇതിൽ തന്നെ ഒരു 3 മാർക്ക് എന്തായിരുന്നു, നമുക്ക് കേരളവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ചിലപ്പോൾ 5 മാർക്കും കേരളവുമായിട്ട് ബന്ധപ്പെട്ടത്. എന്നാൽ നമുക്കൊരു 4 മാർക്ക് എടുത്താൽ പോലും എന്തായിരുന്നു, 67 മാർക്കോളം എന്തായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 67 മാർക്കോളം ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. പി എസ് സിയിൽ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ടത് 67 മാർക്കോളമാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ പക്ഷെ എന്തായിരുന്നു, 20 മാർക്കാണ് ജനറൽ അവയർനെസ്സിനുള്ളത്. ഈ 67 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, സയൻസ്,
മാത്സ് എല്ലാം ഉൾപ്പെടെയാണ് 67 എന്ന് പറയുന്നത്. ഓക്കെ, സയൻസും മാത്സും എല്ലാം ഉൾപ്പെടെയാണ് 67 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ RRB ഗ്രൂപ്പ് ഡി എന്ത് ചെയ്യാൻ പറ്റില്ല, കവർ ചെയ്യാൻ പറ്റില്ല. സയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, മാത്സ് ആൻഡ് റീസണിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം സയൻസ് അവിടെ മൊത്തത്തിൽ 11 ഉള്ളൂ, ഇവിടെ 25 മാർക്കാണ്. മാത്സ് ആൻഡ് റീസണിങ് അവിടെ 10 ഉള്ളൂ, ഇവിടെ 55 മാർക്കാണ്. അല്ല, 55 മാർക്ക് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എത്ര വരുന്നുണ്ട്? 45 മാർക്ക് ഇവിടെ കൂടുതലാണ്. സയൻസിൽ എത്ര ഡിഫറൻസ് വരുന്നുണ്ട്? 14 മാർക്ക് ഇവിടെ കൂടുതലാണ് വരുന്നത്. അപ്പൊ അതിന്റെ വെയിറ്റേജ് കൊടുക്കണം. കൂടുതൽ മാത്രമല്ല, ഇവിടെ കറണ്ട് അഫയേഴ്സും ജനറൽ അവയർനെസ്സും കൂടി ആകെ 20 മാർക്കേ വരുള്ളൂ. ഇവിടെ തന്നെ എത്ര മാർക്ക് വരുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും കൂടുതൽ മാർക്ക്. ഇവിടെ വെയിറ്റേജ് കൂടുതലാണ്. ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും പറഞ്ഞിട്ട് വെയിറ്റേജ് കൂടുതലാണ്, പക്ഷെ ഇവിടെ കുറവാണ് വരുന്നത്. അപ്പൊ ഇവിടെ വെയിറ്റേജ് ഉള്ള കൂടുതലുള്ള സാധനമാണ് ഇവിടെ ഏറ്റവും കുറവായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് രണ്ടിലും കൂടി ഒരുമിച്ച് പഠിക്കുക എന്ന് പറയുന്നത്, ഇവിടെ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ ഇവിടേക്കും കൂടി ഉപയോഗപ്പെടും, അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ ഇവിടേക്ക് ഉപയോഗപ്പെടും എന്നല്ലാതെ രണ്ടിനും കൂടി ഒറ്റൊരു സിംഗിൾ സിലബസ് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരു ക്ലാസ് ആയിട്ട് ജോയിൻ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ പുതിയ ബാച്ച് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷനും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസും സ്റ്റഡി മെറ്റീരിയൽസും ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഈ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ JI എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചോദിക്കാം, പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കമന്റ് ബോക്സിലുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്പർ കൊടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾ കാറ്റഗറി സെലക്ട് ചെയ്യുക. അപ്പോഴേക്കും ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും താഴെ മൂന്നാമതായിട്ട് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ റെയിൽവേ ഗ്രൂപ്പ് ഡി എന്ന് പറയില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ പോയിട്ട് ബൈ നൗ കാണിക്കരുത് കേട്ടോ, ബൈ നൗ ചെയ്യരുത്. കാരണം താഴേക്ക് പോയി കഴിഞ്ഞാൽ റീഡ് മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, റീഡ് മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹാവ് എ കൂപ്പൺ കോഡ് എന്ന് കാണും, അപ്ലൈ ഹിയർ. ഇവിടെ JI20 എന്ന് പറയുന്ന കോഡ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഡൺ കൊടുക്കാം. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ 1490 രൂപയ്ക്ക് ബൈ നൗ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഫോൺ പേയോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ ഏത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിലാണ് പർച്ചേസ് ചെയ്യുക. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിന് ഈ മുകളിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. ബൈ.